എന്ന് പറയുന്നത് നമ്മുടെ വിൻറ്റേജ് മോഹൻലാലിനെ കാണാൻ പറ്റി. അതാണ് തുഴു എന്ന് പറയുന്ന സിനിമ. തരുൺ മൂർത്തി മോഹൻലാലിൻ്റെ എല്ലാ വെർഷൻസുള്ള ഭാവങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട്. അതൊരു ഹാസ്യമായാലും ഇമോഷണൽ ആയാലും ഒരു ത്രില്ലിംഗ് മൂഡായാലും എല്ലാത്തിലും ആ മോഹൻലാലിനെ കാണിച്ചു ഒറ്റ സിനിമയിൽ തന്നെ. ലാലേട്ടനെ നമുക്ക് അറിയാം, അഭിനയിക്കുകയല്ല ജീവിക്കുക. അത് നമുക്ക് കാണാൻ പറ്റി. പണ്ടത്തെ കുറേ സിനിമകൾ നമ്മൾ തന്മാത്രയായാലും സതയായാലും അതുപോലെ തന്നെ ഭരതം, അങ്ങനെയുള്ള കുറേ പടങ്ങൾ നമുക്ക് മോഹൻലാലിന്റെ അഭിനയം കാണാൻ പറ്റും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിൽക്കുന്ന തിയേറ്ററിലാണ്. അപ്പോൾ തിയേറ്ററിൽ നിങ്ങൾ ഗസ് ചെയ്തതാണ് തുടരും സിനിമയുടെ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ 100 കോടി ക്ലബിൽ കയറി നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ തുടരും അടിപൊളി പടമാണ് ഗൈസ്. നിങ്ങളെല്ലാവരും കണ്ടവരൊന്ന് കമൻ്റ് അടിക്കുക. അടിപൊളി പടമാണ്. ഈ ഞാൻ ചോദിച്ച എല്ലാവരും പറയുന്നു, ഒരേ സ്വരത്തിൽ പറയുന്ന അടിപൊളി പടം, കിടിലൻ പടമാണ്, അടിപൊളി പടമാണെന്നാണ് ഫാൻസ് അല്ലാത്തവരും ഫാമിലീസും എല്ലാവരും പറയുന്ന, ഒരേ സ്വരത്തിൽ പറയുന്ന. അങ്ങനെയാണ്. ലാലേട്ടന് തുല്യമായിട്ട് ലാലേട്ടൻ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. അപ്പോൾ നോക്കി ഇനി തുടരത്തിൻ്റെ റിവ്യൂയിലോട്ട് കടക്കാം. പടം എങ്ങനെയുണ്ട്? നല്ല പടമായിരുന്നു. ഇപ്പം ഈ ഇറങ്ങിയത് വെച്ച് ലാലേട്ടനെ പഴയ രീതി കാണാൻ പറ്റി. ലാലേട്ടനെ നല്ല രീതി ഒരു ഡയറക്ടറിനെ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നോ അതുപോലെ ഡയറക്ടറിനെ യൂസ് ചെയ്യാൻ പറ്റി. മോഹൻലാലിൻ്റെ അത്രയും നമ്മൾ ലാലേട്ടനെ എങ്ങനെ കാണണമെന്ന് ആഗ്രഹിച്ചോ അതുപോലെ കാണാൻ പറ്റി. എമ്പുരാൻ ഇറങ്ങിയിട്ട് എമ്പുരാൻ മോശമെന്നല്ല, പൃഥ്വിരാജിന് ഒക്കുന്ന പോലെ അത് വേറൊരു ഹോളിവുഡ് രീതിയിലെ പടം എടുക്കാൻ പറ്റി. ഒരിക്കലും പൃഥ്വിരാജിനെ ഇത് കമ്പയർ ചെയ്ത് കുറ്റം പറയാൻ പറ്റത്തില്ല. സോങ് എല്ലാം നല്ലതാണ്. ഒരു ഫാമിലി ത്രില്ലർ പടമാണ്. നല്ല, എന്തായാലും മോഹൻലാലിന് ഇനി ഇങ്ങനെയുള്ള നല്ല സിനിമ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമ്മളെ ഫാൻസിന് അതേ പറയാവുള്ളൂ. പണ്ടത്തെ ഒരു ഫീൽ കിട്ടിയ പണ്ടത്തെ ആ ഒരു ഫീൽ കിട്ടി. ലാലേട്ടനെ നമുക്ക് അറിയാം, അഭിനയിക്കുകയല്ല ജീവിക്കുക. അത് നമുക്ക് കാണാൻ പറ്റി. പണ്ടത്തെ കുറേ സിനിമകൾ നമ്മൾ തന്മാത്രയായാലും സതയായാലും അതുപോലെ തന്നെ ഭരതം, അങ്ങനെയുള്ള കുറേ പടങ്ങൾ നമുക്ക് മോഹൻലാലിന്റെ അഭിനയം കാണാൻ പറ്റും. ഒരു ഫാമിലി മൂവിയാണ്, ത്രില്ലറുമാണ്. നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു കറക്റ്റ് മോഹൻലാലിന് ഒത്തിരി വില്ലനായിരുന്നു. അഭിനയിക്കാൻ അറിയാം, നല്ലൊരു വില്ലനായിരുന്നു. നമ്മൾ പണ്ട് എല്ലാ സിനിമകളിലും കാണുന്ന പോലെ നമ്മൾ ആ ഒരു സിനിമയെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു പോകും. ജസ്റ്റ് ഒരു നോർമലി ഒരു ആവറേജ് പടമെന്നേ പറയാൻ പറ്റും. പക്ഷേ അതിൽ മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്നത്, ഡയറക്ടർ എടുത്ത രീതി, മോഹൻലാലിൻ്റെ എല്ലാ കഴിവുകളും അതിൻ്റെ അകത്ത് ഡയറക്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക്, അതൊരു വൈറലായിട്ടുള്ള ഒരു സോങ് ഉണ്ടായിരുന്നല്ലോ യൂട്യൂബിൽ, അതൊക്കെ അതിനകത്തുണ്ടായിരുന്നു. ഉണ്ട്. അത് നല്ല സോങ് ആയിരുന്നു. കാരണം ശോഭനയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ കുറേ നാൾക്ക് ശേഷം കാണാൻ പറ്റി. അതൊക്കെ ഇഷ്ടം, നല്ല രീതി എടുത്തിട്ടുണ്ട്. കാരണം മോഹൻലാലും ശോഭനയും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ നിങ്ങൾക്ക് അറിയാവുന്നേ ഉള്ളൂ. നമ്മൾ കുറേ സിനിമ കണ്ടിട്ടില്ലേ, നാടോടിക്കാറ്റ്, അതേപോലുള്ള ഒരു കോമ്പിനേഷൻ കിട്ടി. ആരും ഇതിൻ്റെ അകത്ത് മോശമെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാവരും അതുപോലെ നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. വേറെ മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ അകത്ത് വില്ലനായിട്ട് അഭിനയിച്ചിട്ടുള്ള വേറെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നായികയായാലും ശോഭനയായാലും ശോഭനയുടെ മോളായിട്ട് അഭിനയിച്ചായാലും മോഹൻലാലിൻ്റെ മോനായിട്ട് അഭിനയിച്ച ആളായാലും ഇതിൻ്റെ എല്ലാ കോ ആക്ടേഴ്സ് എല്ലാം നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. കാരണം നമുക്കിൻ്റെ അകത്തൊരു മോശം അഭിപ്രായം ഒന്നും പറയാൻ പറ്റത്തില്ല. നല്ല പടമായിരുന്നു. അതുപോലെ തന്നെ പപ്പുച്ചേട്ടനെ അറിയാമല്ലോ. പപ്പുച്ചേട്ടൻ്റെ മോനിൻ്റെ അകത്ത് അഭിനയിക്കുന്നുണ്ട്. ബ്രില്യൻ്റ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. കാരണം അത്രയും മോഹൻലാലിൻ്റെയൊക്കെ കോമ്പിനേഷൻ പിടിച്ച് അത്രയും അഭിനയിച്ച് നിൽക്കാൻ പറ്റുന്നെങ്കിൽ അത് പുള്ളിയുടെ കഴിവ് തന്നെ. പപ്പുച്ചേട്ടന് അതേ ഒരു കഴിവ് മോനും കിട്ടിയിട്ടുണ്ട്. എല്ലാവരും നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. തുടരും എന്ന് പറയുന്നത് നമ്മുടെ വിൻറ്റേജ് മോഹൻലാലിനെ കാണാൻ പറ്റി. അതാണ് തുഴു എന്ന് പറയുന്ന സിനിമ. തരുൺ മൂർത്തി മോഹൻലാലിൻ്റെ എല്ലാ വെർഷൻസുള്ള ഭാവങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട്. അതൊരു ഹാസ്യമായാലും ഇമോഷണൽ ആയാലും ഒരു ത്രില്ലിംഗ് മൂഡായാലും എല്ലാത്തിലും ആ മോഹൻലാലിനെ കാണിച്ചു ഒറ്റ സിനിമയിൽ തന്നെ. ഒരു സോങ് ഉണ്ടായിരുന്നല്ലോ വൈറലായിട്ടുള്ള, അത് നമ്മുടെ കൺമണിപ്പൂവേ എന്ന് പറഞ്ഞ ആ പാട്ട് ഇതിനകത്ത് ചേരുന്ന, ആ സിനിമയുടെ ചേരുന്ന ഒരു സോങ്. ശോഭന ഇത്ര കുറേ ഗ്യാപ്പിന് ശേഷം വീണ്ടും മലയാള സിനിമയിൽ, അത് മോഹൻലാലിൻ്റെ കൂടെ. ആദ്യമേ സുരേഷ് ഗോപിയുടെ കൂടെ അഭിനയിച്ചു. അത് നമ്മുടെ ദുൽഖർ സൽമാൻ ഉള്ള ഒരു മൂവിയിലായിരുന്നു.
ഇപ്പം മോഹൻലാലിൻ്റെ ഇത്ര വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിലൂടെ അവരുടെ ആ ജോഡി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക പണ്ടത്തെ പണ്ടത്തെ ശോഭന മോഹൻലാൽ ശോഭന കോംബോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു രസമായിരുന്നു. ഇതിനകത്തും അതേപോലെ അവരുടെ കോംബോ എന്ന് പറഞ്ഞാൽ മികച്ചേക്കും. ബി ജി എം ഒക്കെ അത്യാവശ്യം നല്ല ജെക്സ് വിജയൻ നല്ലപോലെ ബി ജി എം ചെയ്തിട്ടുണ്ട്. 100 കോടി ക്ലബ്ബിൽ കയറണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പടങ്ങളാണ് മലയാള സിനിമയ്ക്ക് ആവശ്യം. എന്ന് വെച്ചാൽ നല്ല പടങ്ങൾ ഇപ്പം ഇപ്പോഴത്തെ ഓഡിയൻസ് എന്ന് പറയുന്നത് നല്ല പടത്തിനാണ് നോക്കുന്നത്. ഇപ്പം കുറേ പേര് ഇപ്പം തന്നെ മലയാള സിനിമയിൽ ഇഷ്ടംപോലെ പടം ഇറങ്ങുന്നുണ്ട്. അതിൽ 1-2 വിജയം കാണുമെന്ന് പറഞ്ഞാൽ അതിൽ നല്ല സ്ക്രിപ്റ്റും നല്ല സ്ക്രീൻ പ്ലേ നടന്മാരെ ഉപയോഗിച്ചിരിക്കുന്ന വിധം ഇത് വെച്ചാണ് ഓരോ സിനിമയും ജയവും പരാജയവും. അതേപോലെ മോഹൻലാലിൻ്റെ പടവും കഴിഞ്ഞ വർഷത്തെ 2 പടവും ഒത്തിരി വിജയകരമായില്ല. പക്ഷേ ഈ വർഷം ഇറങ്ങിയ തുടരുമെന്നുള്ള ഈ പടം തരുൺമൂർത്തി എന്ന ആ ഡയറക്ടർ പുള്ളിക്കാരൻ്റെ 2 പടങ്ങളാണ് സൗദി വെള്ളയ്ക്കയും ഓപ്പറേഷൻ ചാവയും. അത് അത്യാവശ്യം നല്ല പടമായിരുന്നു. സൗദി വെള്ളയ്ക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പടമാണ് ഇത് തുടരും. അദ്ദേഹം മോഹൻലാലിന് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം ഒരു മോഹൻലാൽ ഫാൻ ബോയാണ്. മോഹൻലാലിനെ വെച്ച് പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് പുള്ളി ചെയ്ത് കാണിച്ചു സിനിമയ്ക്കകത്ത്. തുടക്കം തൊട്ട് ഒടുക്കം വരെയും മോഹൻലാലിനെ ആ ഒരു എന്റർടൈൻമെന്റ് ത്രില്ലിംഗ് എല്ലാം ഉൾപ്പെടുന്ന ഒരു സിനിമയാണ്. വില്ലനാണ് വില്ലൻ. ഇദ്ദേഹത്തെ വില്ലൻ എന്ന് പറയാൻ പറ്റണം. എന്ന് വെച്ചാൽ അതിലെ ഓരോ ഭയങ്കര പവർഫുൾ എന്ന് വെച്ചാൽ ഒരു അധികാരത്തിൽ ഇരിക്കുന്ന ആളുടെ പവർ കാണിക്കുന്ന ഒരു വില്ലൻ. പുള്ളിയുടെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. പുള്ളി വില്ലനായിട്ട് നമ്മളെ ഓഡിയൻസ് ഇപ്പം എടുത്ത് ഇടിച്ചിട്ട് ഇരിച്ചാലോ എന്നുള്ള വികാരം വരുന്ന ആ വികാരം ഉണ്ടാക്കും വില്ലൻ നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. അദ്ദേഹത്തെയാണ് വില്ലൻ എന്ന് പറയുന്നത്. ആ പുള്ളിക്കാരൻ ഒരു ആഡിൻ്റെ ഡയറക്ടറൊക്കെയാണ്. പക്ഷെ പുള്ളിക്കാരൻ്റെ അഭിനയം ഒരു രക്ഷയില്ല.